ഫോൺ ഹലോ, അപ്പൊ നമ്മൾ ഇന്നുള്ളത് നമ്മൾ ദുബായിലാണുള്ളത്. നമ്മളിവിടെ നല്ല വ്യൂവിന്റെ ഇവിടെ വീഡിയോ എടുക്കാൻ പോണ്. അപ്പൊ നമ്മൾ ദുബായിൽ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് വീഡിയോ നല്ല രീതിയിലാവും. പട്ടി മോയ്സ്ചറൈസറോ? മോയ്സ്ചറൈസർ അല്ലേ? അതാ ഇത് എവിടെ ഉണ്ടല്ലോ കുഞ്ഞ്, ഇതില്ലേ? ഈ ബ്രാൻഡ് നാട്ടിൽ കിട്ടുമോ? എന്താ പറയുക, നല്ല ബ്രാൻഡ് ഇത്. ഇത് പേര് വായിക്കും, യെസ് യെസ് ഗൈസ്. ചോദിക്കൂ ഗൈസ്, ചോദിക്കൂ ഗൈസ്, ചോദിക്കൂ. എന്തിന്? നീയല്ല എക്സൈറ്റഡ് ആവണ്ട. You can see me perform in Dubai. എന്താ വ്യത്യാസം നാട്ടിൽ എവിടെയോ? ഇവിടെ കുറച്ച് ചൂടത്ത് പാടുന്നു. So you don't have the excitement? എന്തിനാണ് എക്സൈറ്റ്മെന്റ്? നിനക്കല്ല എക്സൈറ്റ്മെന്റ് വേണ്ടേ? I am excited already. ആ, അത് മതി. Are you excited, Krishna Prasad? Sure, ഷുഗർ because that sound is good. What sound is good? Audience is better, I think. അതെന്താ ഇവിടുത്തെ ഓഡിയൻസിന് എന്താ വ്യത്യാസം? മറ്റേതൊരു ഓഡിറ്റോറിയത്തിൽ 10 കുറച്ച് ആൾക്കാരിൽ തന്നെ ഉള്ളൂ. പക്ഷെ ഇത് ഓക്കെ, നമ്മൾ മുന്നത്തെ ദുബായ് പരിപാടി അല്ലേ? പക്ഷെ ഇത് നിന്റെ ഡ്രസ് റെപ്പിറ്റേറ്റീവ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? Like അതൊന്ന് മലയാളത്തിൽ ചോദിക്കാറുണ്ട്. have you seen this somewhere? It's good. No, I mean I have a similar one. So it's okay, bro. It's nice pattern. this is cord set. What about my dress? Your dress looks really nice. Oh, thank you. Oh, that's different color. yes. I selected for the different. I'm a different man. ആദ്യമായിട്ടാണ് കേബി വേറൊരു കളർ കാണുന്നത്. Yeah. ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന കളറാണ് പച്ച. ഈ പച്ചയല്ല കേട്ടോ, കടും ചാണകപ്പച്ച ഉപയോഗിക്കും. ബ്ലാക്ക് വൈറ്റ്. ആ, അപ്പോൾ ഇപ്രാവശ്യം ഒരു ചേഞ്ച് ആക്കാൻ വിചാരിച്ചു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു പണ്ടാറത് കാണില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് പരിപാടി സ്ഥലത്ത് നിന്ന് കാണാം. പരിപാടിൻ്റെ കൂടുതൽ ഷോർട്സ് ആഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കോപ്പിറൈറ്റ്, സാക്ഷാൽ കോപ്പിറൈറ്റ് വരും. തേണ്ടി ഓൾ പറഞ്ഞിട്ടും കാര്യമില്ല, ഓരോരുത്തരും വരുമാന ജീവിതമല്ലേ. എടുത്തോളാം. ദുബായ് തന്നെയാണ് തൃശ്ശൂർ പൂരപ്പുറം പോലെ നടക്കോ അറിയാല്. അവിടെ ഇവനെ റോട്ടിലിറക്കട്ടെ. ഓക്കെ, ഒരു കണക്ഷൻ ഇവനക്ക് എന്തോ ഷോർട്ടോ വീഡിയോ എന്തോ എടുക്കണം എന്നൊക്കെ പറയുന്നില്ല. എന്ത് ചെയ്യാം? ഇവനെ ഇറക്കുക. ഇറങ്ങിയോ അയ്യോ വേഗം തൃശ്ശൂർ പൂരത്തിന്റെ തൃശ്ശൂർ പൂരത്തിലുള്ള ആൾക്കാരുണ്ട്. ജനസാഗരാണ്.
അതാ ഫോട്ടോ എടുക്കാൻ പോയ ആളാ അവിടെ ഓന് ഫോട്ടോ എടുക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഓന് വേണ്ടി 2 ബോഡി ഗാർഡ്സ് നമ്മൾ വേറെ വിടേണ്ടി വരും. ജനങ്ങളെ വീർപ്പിച്ചാല് Yes. One second. ഒറ്റ കാര്യം ചോദിക്കട്ടെ. All. Yes. തീർച്ചയായിട്ടും കാരണം നിങ്ങളുടെ ഈ ആവേശമൊക്കെ എന്തെന്ന് നമുക്കറിയാം. ഹനാന്റെ പാട്ട് കേൾക്കട്ടെ. ഹനാന്റെ പാട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് മുന്നേ ഒരു ചെറിയ ഫംഗ്ഷൻ ഔപചാരികമായിട്ട് നമുക്ക് ഇന്ന് സിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 6ാമത് ബ്രാഞ്ച് ഇനാഗുറേറ്റ് ചെയ്യണം. കഴിഞ്ഞാലോടെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അവൻ നേരെ ഹനാന്റെ പാട്ടിലേക്ക് പോകുന്നുണ്ട്. സിയ ഗോൾഡൻ ഡയമണ്ട്സ് ആണ് സ്വർണ്ണ സമ്മാനത്തിന് വേണ്ടി പോകുന്നത്. മുന്നിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. ഇന്നത്തെ ഈ ഷോ ഈ ഒരു ഇവന്റ് ഹാലായി കാണാൻ വേണ്ടി വൗച്ചേഴ്സ് ഗോൾഡ് വൗച്ചേഴ്സ് സമ്മാനം കിട്ടാം. ശരി നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ പരിപാടിയിലേക്ക് പോകാം. എല്ലാവരും കാത്തിരിക്കുന്ന പോലെ നമുക്ക് ഹനാന്റെ പ്രോഗ്രാം കേൾക്കാം. സോ ഗൈസ് യുവനിച്ച് മാത്രമേ ഹനാന്റെ പെർഫോമൻസിലേക്ക് പോകാൻ പറ്റൂ. കാരണം അവരാണ് ഹനാനെ കൊണ്ടുവന്നിരിക്കുന്നത്. അവരാണ് അവർ 10 മിനിറ്റിനകം വെച്ച് നമ്മളെ ഇനാഗുറേഷൻ പൂർത്തിയാക്കി നമ്മളെ സഹായിച്ചാൽ മാത്രം. ഓക്കെ കാണിക്കണേ. ഇതുപോലൊരു തുടക്കം, ഇതുപോലൊരു ആരംഭം, ഇതുപോലൊരു ഉദ്ഘാടനം, നമ്മുടെ സിയ ഗോൾഡിന്റെ ടീമുമായിട്ടുള്ള ഒരു ചിത്രം കൂടി ഹനാൻ പകർത്തി കഴിഞ്ഞാൽ മറ്റൊരു കാര്യം നിങ്ങൾ ഒരു കാര്യം കൂടെ ഹനാനാണ് നമ്മുടെ എല്ലാവരും വിളിക്കാവോ? ഓക്കെ 1 2 3 അധികം പൊട്ടല്ലേ കാരണം ഇവിടെ കേൾക്കുന്നുണ്ട്. അധികം സ്റ്റാർട്ടായി. ഓക്കെ ഓ ബാക്കറ്റ് ഓക്കെ ഓക്കെ ശരി മ്യൂസിക് കിട്ടില്ല. ശരി ശരി അങ്ങോട്ട് കേക്കുണ്ടോ? അങ്ങോട്ട് അച്ഛൻ കുറച്ച് എത്തിയിട്ടുള്ളൂ. സോ ഇത് വരാം. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ആദ്യം തന്നെ എല്ലാരോടും താങ്ക്സ് ഇങ്ങനെ വന്നതിന്. കാരണം ഇങ്ങനത്തെ ഒരു നാട്ടില് ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് മാറി ദുബായിൽ വരുമ്പോ നാടിനേക്കാൾ വലിയൊരു സ്വീകരണം എനിക്ക് ദുബായിൽ ഒരുക്കി വെച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു.
സോ നിങ്ങൾ ഓരോരുത്തരോടും കുട്ടികൾ, ഉപ്പന്മാര്, ചെക്കന്മാര്, ഗേൾസ്, ബോയ്സ് എല്ലാവരോടും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. സോ ഇന്ന് നമ്മൾ കുറച്ച് പേരോട് നിങ്ങൾക്ക് വേണ്ടി പെർഫോം ചെയ്യുന്നതാണ്. തിരക്കൊന്നും ഉണ്ടാക്കാതെ, നമ്മൾ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ, അപ്പോൾ തിരക്കൊന്നും ഉണ്ടാക്കാതെ നിന്ന് നമുക്ക് അവസാനം വരെ കണ്ട് ഉഷാറാക്കി പോവാം. സോ എനിക്ക് സ്പെഷ്യൽ താങ്ക്സ് പറയാനുള്ളത് ഉമ്മമാരോടാണ്. ബിക്കോസ് ഞാൻ ഒരുപാട് ഉമ്മമാരോടെ കാണുന്നെങ്കിൽ സാധാരണ കാണുന്ന കാഴ്ചകളല്ലെങ്കിൽ, അപ്പോൾ അവരോട് എല്ലാവരോടും വന്നതിന് താങ്ക് യു. പ്രാകാശിന്റെ ഔട്ടില്ലേ? ഔട്ട്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. എനിക്കറിയാം AC-ന്റെ ചോട്ടത്തെ വെള്ളത്തിൽ നിന്നും, കുളിക്കുമ്പോൾ ബാത്റൂമിൽ നിന്നും. അപ്പൊ എന്തായാലും ഇൻഷാല്ലാഹ് നല്ലൊരു മഴയും തണുപ്പൊക്കെ എത്രയും പെട്ടെന്ന് എത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സോ അലിന്ന ലീച്ചു ഞാൻ ചാമ്പോൺ. ഞാൻ കയറി എവിടെ എനിക്കറിയില്ല. അയ്യോ ഓക്കല്ലേ, അജുതാ ഇരിക്കണോ ഇവിടെ ഉണ്ട്. Oh my God. ദുബായ് പോലീസ് പിടിക്കും കേട്ടോ, സീനാവും ഇത്. ഞാനെന്നല്ല എന്താ വെള്ളം അങ്ങനെ വേണോ? നമ്മള് ഇവിടുന്ന് അങ്ങോട്ട് പോയത് മാത്രമേ ഓർമ്മയുള്ളൂ, തിരിച്ചു വന്നത് ആർക്കും ഓർമ്മയില്ല. അത്രയ്ക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്ര ആൾക്കാർ ഇതിനോടെ. നമുക്കൊരു 3-4-5 വാർണിംഗ് കിട്ടിയെന്ന് പറഞ്ഞാൽ ദുബായ് പോലീസല്ലേ, ഒരു 5 വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോൾ ആദ്യം ഒരു വാർണിംഗ് കിട്ടി, പിന്നെ ഒരു വാർണിംഗ് കിട്ടി, പിന്നെ 3-ാമത്തെയോ 4-ാമത്തെയോ വാർണിംഗ് വന്നു. കാരണം ക്രൗഡ് അത്രയ്ക്ക് അൺകൺട്രോളബിളായി. നമുക്ക് തന്നെ ഒരു നോക്കിയിട്ടൊരു എൻഡ് കാണുന്നില്ല. കാരണം ഇത് റോഡ് സൈഡിൽ നടക്കുകൊണ്ട് വണ്ടി പോവല്ലേ, ആംബുലൻസ്, ട്രാഫിക് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യണം അവർക്ക്. അപ്പോൾ നാട്ടിലെ പോലെ അത്ര ഈസി അല്ല ദുബായിൽ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാവരും 2-3 പാട്ടൊക്കെ വെച്ചിട്ടേ പാടിയിട്ടുള്ളൂ. നമ്മൾ യൂഷ്വലി ഒരു 2.5 മണിക്കൂർ ഷോക്കാണ് ചെയ്യൽ. പക്ഷേ ഇവിടെ ഇപ്പോൾ എല്ലാവരും 2 പാടി കഴിഞ്ഞപ്പോഴേക്കും തന്നെ നമുക്കൊരു 3 വാർണിംഗ് ഓൾറെഡി അവർക്ക് കൊടുത്തു. അപ്പോൾ അത് ബാക്കി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മളവിടെ നിന്ന് എങ്ങനെയാണ് ഇറങ്ങി ഓടിയെന്നുള്ളത് ഓർമ്മ തന്നെ ഇല്ല എനിക്ക്. ഇവിടുന്ന് പോയത് മാത്രമേ ഓർമ്മയുള്ളൂ. വേഗം നിങ്ങൾ ക്ലിപ്സൊക്കെ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. പറ്റുന്നതൊക്കെ എടുത്തിട്ടുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്താ പറയുക വെച്ചാൽ, കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഫുൾ വീഡിയോ ഇടുമോ, ഫുൾ വ്ളോഗ് ഇടുമോ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ നമുക്ക് പ്രോഗ്രാമിൻ്റെ ഫുൾ വീഡിയോ ഇടാൻ പറ്റില്ല, കാരണം കോപ്പിറൈറ്റ് വരും. ആ പാട്ടിന് ട്രാക്ക് വന്നു കഴിഞ്ഞാൽ ആ വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് വരും. അതുകൊണ്ടാണ് അതൊക്കെ ഷോർട്സ് ആയിട്ട് ഇട്ടാൽ കുഴപ്പമില്ല, ഷോർട്സിന് കോപ്പിറൈറ്റ് വരില്ല. പക്ഷേ അല്ലാണ്ട് നമുക്ക് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റാത്തത് അതുകൊണ്ടാണ് സംസാരിക്കണം മാത്രം എടുക്കുന്നത്.
അപ്പോൾ അതൊരു കാര്യം പറയണം വിചാരിച്ചു. പിന്നെന്താ പറയുക വെച്ചാൽ ഹനാനെ ഷാനുവിനെ ഇതുവരെ കണ്ടിട്ടില്ല. ഒരാദ്യം ഇറങ്ങിയിട്ട് പോയി. പിന്നെ ഞാൻ, നിഹാൽ, ജിംഷ, KP, ആഷിക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. അതേ വരുന്നുണ്ട്, ഹനാൻ വരുന്നുണ്ട്. പരിപാടി കഴിഞ്ഞ് വരികയാണ് ഗൈസ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ പിന്നെ പറയാം. എന്താ അവസ്ഥ ചോദിക്കും. ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എങ്ങനെയുണ്ടായിരുന്നു പ്രോഗ്രാം? പരിപാടി അടിപൊളിയായി. എന്നുവെച്ചാൽ കമ്പയറിങ് മുന്നേ ഉള്ള പരിപാടി ഉണ്ടല്ലോ, അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അടിപൊളി പരിപാടി. നല്ല സൗണ്ട്സ് അടിപൊളിയായിരുന്നു. അപ്പോൾ പിന്നെ ആൾക്കാരും കട്ട വൈബായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെ ദുബായിൽ വന്നപ്പോൾ പിന്നെ ലൈറ്റായിപ്പോയി, ആൾക്കാരൊക്കെ പോയി, കുറച്ച് ഫാമിലീസ് മാത്രമേ ഉണ്ടായേ. പക്ഷെ ഇത്തവണ ഫുള്ള് വൈബായിരുന്നു ആൾക്കാരൊക്കെ. ഏകദേശം ഒരു തൃശ്ശൂർ പൂരം വൈബ്. നമുക്ക് നാട്ടിലേക്ക് ഒരു പരിപാടിക്ക് പോകുമ്പോൾ ഹനാൻ വരുന്നതുകൊണ്ട് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. പക്ഷേ ഇവിടെ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല. ഇതൊരു കരാമ സൈഡും കൂടി ആയതുകൊണ്ടാണ് തോന്നുന്നത് ഇത്ര അധികം ആൾക്കാർ വന്നത്. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ വേറെ രാജ്യത്തല്ലേ, വേറെ രാജ്യത്ത് ഒരു മലയാളി ഇത്രയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ എനിക്കറിയില്ല എന്താ പറയുകയെന്ന്. പിന്നെ നമുക്കൊക്കെ വളരെ സന്തോഷമുണ്ട് ലൈക്ക് ഇതിൻ്റെ ഒരു പാട്ടാവാൻ പറ്റിയതും പെർഫോം ചെയ്യാൻ പറ്റുന്നതൊക്കെ. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതൊന്നും സ്വപ്നം പോലും ഞാൻ കണ്ടിട്ടില്ല. ചെറിയ സ്റ്റേജിൽ പാടുന്ന സ്വപ്നം കണ്ടിട്ടുണ്ട്, ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഗോഡ്സ് ഗ്രേസ്. Your brother is coming? No. Don't cry. Please don't cry. ഇവരൊക്കെ ക്രൂരന്മാരാണ്. എന്റെ കുട്ടീനെ ആരെ കാണിച്ചില്ല മുറ്റ സാറില്ല. ട്രോമയില്ല. Oh come on, now you don't say no. Stay. Thank you, buddy. You want to take more? നോക്കണേ കൈനെ കൊണ്ട് തൊടൂല. കോഴിമുട്ട പോലത്തെ അങ്ങനെ വേഗം ഉമ്മാനെ വിളിച്ചില്ലേ? കിട്ടില്ല. നിലമ്പൂർ വന്നിരുന്നു. ഇല്ല
അത് ഉള്ളിലേക്ക് വെക്കട്ടെ. വരുന്നുണ്ട് ടെക് വരെ. ഇത്ര പോര ആൾക്കാരാണ് വന്നിക്കണത്. എന്തൊക്കെ തരം ഫുഡുകളാണ്? ഇതെന്താണ് സാധനം? ഐ തിങ്ക് ഇറ്റ്സ് ടൊമാറ്റോ അല്ല പൊട്ടാറ്റോ ആൻഡ് ചിക്കൻ. രസമുണ്ട്. കിഡ്ലോസ്കി. ഓ, ഇത് അൽഫാം. താങ്ക് യു. എങ്ങനെയുണ്ട്? ഇവൻറ്റ് കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം രാവിലെ നമുക്ക് കിട്ടിയൊരു വമ്പൻ സർപ്രൈസ് ആയിരുന്നു കേട്ടോ ഈ ഒരു വണ്ടി. ഇത് അവർ ഇവൻറ്റ് കോർഡിനേറ്റേഴ്സ് അറേഞ്ച് ചെയ്തതായിരുന്നു. നമുക്കൊരു ഫുൾ ഡേ ദുബായിലൊക്കെ കറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഡാൻസും പാട്ടും ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കൊണ്ടുപോയത് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ്, സീ ഫുഡ് റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു. ഐ തിങ്ക് അതിൻ്റെ പേര് പെസ്കാഡോ അങ്ങനെ എന്തോ ആണ്. ഭയങ്കര ഒത്തൻറ്റിക് ആയിട്ടുള്ള സീ ഫുഡാണ് ഇവിടെ നിന്ന് നമ്മൾ കഴിച്ചത്. ഭയങ്കര ടേസ്റ്റായിരുന്നു. ലൈക്ക് ടു ബി ഓണസ്റ്റ് അതിൻ്റെ ഫ്ലേവറൊക്കെ ഇപ്പോഴും അതിൽ നിൽക്കുന്നുണ്ട്. ലോബ്സ്റ്റർ ആയിരുന്നു എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഇവിടെ നിന്ന് കഴിച്ചതിൽ. അതൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ ദേ വരണു അടുത്ത സർപ്രൈസ്. നേരെ പോയി പാം ജുമേരയിലേക്ക്. പാം ജുമേര എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആരെ കാണാനാണ് നമ്മളവിടെ പോയതെന്ന്. മറ്റാരുമല്ല, അനുവിൻ്റെ ഫ്രണ്ട് ഖലഫിനെ കാണാനിട്ടാണ് നമ്മൾ പോയത്. ഖലഫ് ബുഖാത്തിർ, ആൾ എമറാത്തിയാണ്. അങ്ങനെ ഒരു ഹാഫ് ദി ഡേ ഫുൾ നമ്മൾ പാമിൽ സ്പെൻഡ് ചെയ്തു. ഇവരൊക്കെ ഭയങ്കര ഗെയിംസും പൂളിൽ കളിയും ഒക്കെ ആയിരുന്നു. ഞാൻ പിന്നെ ആ ഒരു ടൈമിലിരുന്നിട്ട് എൻ്റെ പെൻഡിങ് വർക്ക്സും മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തു. എനിക്ക് കുറേ ദിവസത്തെ വർക്കൊക്കെ പെൻഡിങ് ആയിരുന്നു. ബട്ട് ഈ ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയപ്പോൾ ആ ഒരു ടൈമിൽ എൻ്റെ എല്ലാ പണികളും ഞാൻ തീർത്തു വെച്ചു. സോ അങ്ങനെയായിരുന്നു ഒരു ബ്യൂട്ടിഫുൾ ഈവനിങ് പാം ജുമേരയിൽ സ്പെൻഡ് ചെയ്തത്. അതിനുശേഷം ആൾ നമ്മളെ നേരെ ഡിന്നറിന് കൊണ്ടുപോയി രാത്രി. ഇത് മോൾ ഓഫ് എമിറേറ്റ്സിലെ ഒരു ഒത്തൻറ്റിക് ചൈനീസ് റെസ്റ്റോറൻ്റ് ആയിരുന്നു. വളരെ ഫേമസ് ആയിട്ടുള്ള മമ്മൂട്ടിയൊക്കെ എപ്പോഴും വരുന്ന റെസ്റ്റോറൻ്റ് ആണെന്നാണ് പറഞ്ഞു കേട്ടത്. ഇത്തിരി അടിപൊളി ഫുഡായിരുന്നു അവിടുത്തെ. അടിപൊളി ഇൻ ദ സെൻസ് ഒത്തൻറ്റിക് ചൈനീസ് ഫുഡ്. ഹലോ ഗൈസ്, വ്യൂ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഭയങ്കര ഭംഗിയുള്ള വ്യൂ ആണ്. ഇതിൻ്റെ 25th ഗ്രാൻഡ് ഹയത്തിൻ്റെ 25th ഫ്ലോറിൻ്റെ വ്യൂ ആണ് കേട്ടോ ഇത്. ഇന്നലെ നമ്മൾ വന്നപ്പോൾ എത്ര മണിയായി? ഇന്ന് ഡേ 4 ഓഫ് ദുബായ് ആക്ച്വലി. ഇന്നലെ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇന്നലെ നമ്മൾ പാം ജുമേരയിൽ പോയി. അത് ഓൾറെഡി അനാൻ എടുത്തിട്ടുണ്ട്. പാം ജുമേരയിൽ പോയി. ഓൾസോ നമ്മളൊരു വലിയ ക്യാരവാൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് അടിപൊളി എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഇന്നലെ. പിന്നെ എന്താ പറയുക വെച്ചാൽ പിന്നെ മെയിൻ തിങ് എന്ന് വെച്ചാൽ ഖലഫിനെ മീറ്റ് ചെയ്യാൻ പറ്റി. ഒരുപാട് സന്തോഷമുണ്ട് ഖലഫിനെ കാണാൻ. കേട്ടിട്ടേ ഉള്ളൂ ഖലഫിനെ പറ്റി ഒരുപാട് സ്റ്റോറീസ് എല്ലാവരും പറഞ്ഞ് കുറേ കേട്ടിട്ടുണ്ട്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്കും ഇന്നലെ കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. ഖലഫിൻ്റെ വീട്ടിൽ പോകാൻ പറ്റി. ഖലഫിൻ്റെ വീടാണ് പാം ജുമേരയിൽ. അപ്പോൾ അവിടെ പോകാൻ പറ്റി കാണാനൊക്കെ. അവിടെ ഒരു ഡേ സ്പെൻഡ് ചെയ്തു എല്ലാവരും. എന്നിട്ട് പിന്നെ നമ്മൾ രാത്രി ഡിന്നറിന് കൊണ്ടുപോയി. അത് എവിടെയാണ് പോയത്? ഹോട്ടലിൻ്റെ പേര് മറന്നുപോയി. മോൾ ഓഫ് എമിറേറ്റ്സിലാണ് പോയത്. ബട്ട് അവിടുത്തെ ഒരു ചൈനീസ് റെസ്റ്റോറൻ്റ് ആയിരുന്നു. എന്നിട്ട് നമ്മളെ ഇവിടെ ആക്കി തന്നിട്ടാണ് ആൾ പോയത്. അപ്പോൾ ഇന്ന് മോസ്റ്റ്ലി ലാസ്റ്റ് ഡേ ആയിരിക്കും ഇവിടെ.
ഇന്ന് വൈകിട്ട് ഇന്ന് വൈകിട്ട് ചെക്കൗട്ട് ചെയ്യാൻ മോസ്റ്റ്ലി ചെക്കൗട്ട് ചെയ്യും. ഇന്ന് KPക്കും ആഷിക്കൊക്കെ ഇന്നാണ് ഫ്ലൈറ്റ്. പക്ഷേ ഫ്ലൈറ്റ് ക്യാൻസലായി എന്നൊക്കെയാണ് പറയുന്നത്. കുറേ ആൾക്കാർ മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ സേഫാണോ എന്നൊക്കെ. ഇവിടെ ആസ് ഓഫ് നൗ ഇവിടെ പ്രശ്നമൊന്നുമില്ല. ബഹ്റിൻ, ഖത്തർ അവിടെയൊക്കെയാണ് പ്രശ്നമുള്ളത്. ദുബായിൽ പ്രശ്നമില്ല. പക്ഷേ എയർപോർട്ട്സ് ക്ലോസ്ഡ് ആണ്. സോ ഇന്ന് ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ KP പോകും, ഫ്ലൈറ്റ് ഇല്ലെങ്കിൽ KP 2-3 ദിവസം കൂടി ഇവിടെ ഉണ്ടാവും. ഞാനും പിന്നെ ഇവിടെ 2 weeks ഉണ്ട്. അജു ഉള്ളതുകൊണ്ട് അജുവിനോട് തിന്നിട്ടാണ് പോണത്. സോ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നില്ല. നമുക്ക് പറ്റൂല. സോസേജ് എടുത്തോ, ടൈം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നിർത്തിയപ്പോൾ കുറച്ച് ലേറ്റായി, അതാ പറ്റിയത്. എണീക്കാൻ ലേറ്റായി. ബിരിയാണി സ്റ്റൈലല്ലേ? ഇതാണ് ഒത്തൻറ്റിക് ഫ്രൈഡ് റൈസ്. ഇങ്ങനെയാണ് നമ്മൾ ഇന്നലെ ചൈനീസ് റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ അവിടെ നിന്ന് കഴിച്ചില്ലേ, ആ ഒരു ഫ്ലേവർ നല്ല രസമല്ലേ? ഭയങ്കര രസമുണ്ട്. അതാണ് ശരിക്കുള്ള ഫ്രൈഡ് റൈസ് ചൈനീസ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ. 2 ദിവസമായിട്ട് പ്ലെയിൻ പൊറോട്ട അല്ലേ? ഇതും ബട്ടറും കൂട്ടിയിട്ട് കഴിക്കണം. ഓ സെറ്റ് സാധനമാണ്. ആലു പൊറോട്ടയും പ്ലെയിൻ ആണ്. പ്ലെയിൻ പൊറോട്ടയും ബട്ടറും. ഇവിടെ ലൈവ് ദോശ കൗണ്ടറൊക്കെ ഉണ്ട്. ദോശ അല്ലെങ്കിൽ വേണ്ട, വീട്ടിൽ പോയാൽ 24/7 ദോശയാണ്. ദോശ വേണ്ട. ഇടയ്ക്ക് അങ്ങോട്ട് നോക്കിക്കോട്ടെ, അല്ലെങ്കിൽ സാധനം പോകും. ഇതൊക്കെ ഇത് ഓട്സ്. ഇത് ഉണ്ടാക്കാനുള്ളതാ, നമുക്കുള്ളതല്ല. ഓട്സ് ആണ്. ഓക്കെ, ബ്രെഡ് ഐറ്റംസ്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബ്രെഡ്സ് ഉണ്ട്. കട്ടിയുള്ള സാധനം. ഹാർഡ് ലോഫ്, ബ്രെഡ് ലോഫ്. ബട്ടർ മസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇതെടുത്തോ പാത്രം, അടിപൊളിയാണ്. അതെ കപ്പ് കേക്ക്. എനിക്ക് ആ കപ്പ് കേക്ക് മറ്റേ അതൊന്നുമില്ല, അത് പലതും പല ദിവസമാണ്. പക്ഷെ എടുത്തോണ്ടാ ഇന്നലെ ഒരു മഫിൻ ഉണ്ടായിരുന്നു. ആ മുട്ടയൊക്കെ എടുത്തോണ്ടായോ പോലെ പോയില്ലല്ലോ. ഡോണറ്റ് ഞാൻ എടുത്തില്ല. പിന്നെ ഇത് സിനമൺ റോളാണ്. സിനമൺ പ്രസാദം എടുക്കല്ലേ? ഇങ്ങനെ എല്ലാം ഞാനൊരു ഭംഗിക്ക് എടുക്കും, ചിലവ് കഴിക്കണം. ഇത് ചിക്കൻ തീർന്നു. ചിക്കൻ ഇനി ഇവിടെ ഫുൾ സലാഡ് ഐറ്റംസ് ആട്ടോ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഇതൊന്നും ഇപ്പോൾ കഴിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് ഞാനിതൊന്നും എടുക്കുന്നില്ല. ഇവിടെയുള്ള കൂടുതലും യൂറോപ്യൻസും ഒക്കെ കൂടുതൽ ഈ നാടൻ സാധനം. വത്തക്ക വേണം. ഞാൻ എടുത്തിട്ട് 2 പക്ഷെ കഴിഞ്ഞിട്ടുണ്ട്. എടുത്തോ. ഒന്നെടുത്തേക്കാം. എടുത്തോണ്ടോ? ഇതാണ് എൻ്റെ ഫേവറേറ്റ് സെക്ഷൻ. 2 ദിവസമായിട്ട് ഞാൻ നിർത്താണ്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ് വഫിൾ. എന്തായാലും പറയാം, വഫിൾ. ഇത് പാൻകേക്ക് വഫിൾ. എനിക്ക് പാൻകേക്ക് എനിക്കിപ്പോൾ വേണ്ട. എൻ്റെ വീട്ടിൽ കിട്ടാൻ നമുക്ക് സ്പ്രെഡായിട്ട് ന്യൂട്ടല്ല ഉണ്ട്. രതീഷേ, അധികം ചോക്ലേറ്റ് വേണ്ട, കാരണം ആ ഒരു വാഫിളിൻ്റെ ഫ്ലേവർ എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന് മേലെ ചോക്ലേറ്റ് സോസ് ഒഴിച്ച് ഗാർണിഷ് ചെയ്യാം. ക്രോissantന്റെ മേലേക്ക് ഒഴിക്കാം. എന്തായാലും കിട്ടണമല്ലോ. ഇത് വൈറ്റ് ക്രീമാണോ അതോ മിൽക്കാണോ? ക്രീമല്ലേ? ക്രീമാണ്. കുറച്ച് വൈറ്റ് ക്രീമും കൂടി ഒഴിച്ചേക്കാം. അതാണ് നമ്മളൊക്കെ കാണുന്നത്. കമ്മിങ് ടു ദ ഫൈനൽ ഡേ, ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യണം എൻ്റെ മുന്നിലേക്ക് വന്നൊരു ഗിഫ്റ്റാണിത്. താങ്ക് യു സോ മച്ച് സിയ ഗോൾഡൻ ഡയമണ്ട്സ് ഫോർ ദി അമേസിങ് ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഫോർ ഓൾ ദി ലവ് ആൻഡ് കെയർ. ആൻഡ് ഓൾസോ അനുവിനോടും ഷാനുവിനോടും, കാരണം നിങ്ങൾ രണ്ടാളും ഇല്ലെങ്കിൽ ഈ ഒരു ഇവൻറ്റും ആൻഡ് ദിസ് ട്രിപ്പ് വുഡൻറ്റ് ഹാവ് ഹാപ്പൻഡ്. താങ്ക് യു സോ മച്ച്.
സിം കാർഡ് അതല്ല ഇല്ല ഞാൻ ചോദിക്കുന്നത് കറക്റ്റ് പറയും അന്റെ ലൈനിന്റെ പേരെന്താ? എന്റെ ലൈനില്ല. നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു ഇത്രയും സന്തോഷകരമായ ജീവിതത്തിൽ ഇനി എന്തിനു വേണം ലൈൻ? അപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഈ എന്ത് പറഞ്ഞു? എന്തോ ലൈൻ എന്തോ വാങ്ങാണ്ട് ലൈൻ വാങ്ങാണ്ട് അതെന്താ? ഇല്ല ഈ തന്നെയാണ് പറഞ്ഞത്. ഈച്ചൂരെ കൊണ്ട് പറയിപ്പിച്ചതല്ലേ? ഫാത്തിമക്ക് വെറുതെ കിട്ടിയപ്പോ എനിക്കും കിട്ടും വിചാരിച്ചിട്ട് പറഞ്ഞല്ലേ? ഫാത്തിമത്തുണ്ട്, ഉമ്മ ഉണ്ട്, അനുവിന്റെ ഉമ്മ ഉണ്ട്, ഇവരൊക്കെ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ പഠിച്ചു കൊടുക്കാം. ലൈനില്ല താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, drop in your comments. See you all in the next video. Bye. Bye-bye from Dubai.